ആ ഇതാണ് ലാസ്റ്റ് അയച്ച മെസ്സേജ്. അതായത് നമ്മളന്ന് ഓണത്തിന് സെപ്റ്റംബർ ഇതിനാ നമുക്ക് മെസ്സേജ് അയച്ചത്. എന്താ സംഭവം? ഓ ഞാൻ ലൈവ് തുടങ്ങിയ ടൈമാ മെസ്സേജ് അയച്ചത് കേട്ടാ. ആ എന്നിട്ട് അതായത് അന്ന് ഇവക്ക് എന്നെ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി ഇതായിരുന്നു, എന്നെ അവോയ്ഡ് ചെയ്തായിരുന്നു. അത് ലൈവ് ഉണ്ടാക്കും മനസ്സിലാവും ഇതിന്റെ ഓണത്തിന്റെ അന്ന്. അതിന് ശേഷം ഇങ്ങോട്ട് മെസ്സേജ് ആക്കി. ഞാനിട്ട് പെട്ടെന്ന് അത്ഭുതപ്പെട്ടുപോയി. പിന്നെ എന്തോ ഇതില് അങ്ങ് വിട്ടതാ. ഏഹ്, എന്തായാലും നമുക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം. എന്താ അയക്കാം? നമുക്ക് എങ്ങനെ പോയാലും പെണ്ണ് കിട്ടൂല എന്ന് തന്നെയാണ് ഇതിന്റെ ഇത്. എങ്ങനെ പോയാലും കിട്ടൂല. മെസ്സേജ് അയച്ചു, ചിലപ്പം നാളെ എങ്ങനെ റിപ്ലൈ കിട്ടുമെന്ന് നോക്കാം. തെറി 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 ജി ടി എന്താ മങ്കിയല്ല മങ്കിയ എന്നെ നോക്കുന്നത്. ഒറ്റ മിനിറ്റ് നോക്കട്ടെ. Yes! Yes! കാണിച്ചുതരാം. കാണുന്നുണ്ടാ? ഇതെന്താ പറയാ നമ്മള്? കാണിക്കാം. തിങ്കളേ പൂത്തിങ്കളെ നിന്നൊളി കണ്ണെറിയരുതേ, നിനക്കൊരുത്തനക്കിയ കുതിച്ചേ നിക്കണക്കണൻ തന്നണ മുത്തയ കുരരുന്നു. തിങ്കളേ തിങ്കളെ നിന്നെ ഓളെടുക്കുന്നില്ലല്ലോ. ഹായ്. എടാ ഇത് മൈക്ക് എങ്ങനെ കണക്റ്റാ? ഇതിൽ കേക്കോ? ഹായ്, എവിടാ? എന്ത് ചെയ്യാ? ഇന്ന് ഒന്നും എടി പോയിട്ടില്ല. ആ പിന്നെ എന്തൊക്കെയാ വിശേഷം? എനിക്ക് അങ്ങനെ പെമ്പിള്ളേരോട് സംസാരിച്ച് വലിയ പരിചയമില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അധികം അറിയില്ല. എനിക്ക് ജലദോഷമായിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു കാപ്പിയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നയാ. ഇല്ലില്ല, വേറെ പണിയൊന്നുമില്ല. ഇതന്നെ ഫുള്ള് തണുപ്പ് പിടിച്ച് ക്ഷീണമായിരുന്നു മൊത്തത്തില്. പിന്നെ എന്താ ചോദിക്കാൻ, അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഒരു വിവരമില്ലല്ലോ. ഫുള്ള് ഇത് ഷൂട്ടെല്ലാം തോന്നല്ലേ. ഞാൻ ഡാൻസ് എല്ലാം കാണലുണ്ട്, ഇടക്ക് ലൈക്കും ചെയ്യും. പിന്നെ പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇപ്പൊ? ആ എങ്ങനെയാണ് ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള ഇത് സങ്കല്പവും കാര്യങ്ങളെല്ലാം? എന്നാലും ഒരു ഏകദേശം ഒരു സങ്കല്പം ഉണ്ടാവൂലേ? നല്ല ആള് മീൻസ് എന്നെ പോലെ ഉള്ള ആളാണോ? അല്ല അങ്ങനെയല്ല, ഞാൻ ഒരു നല്ലവനാണ്. അറിയാം. അല്ല, ഇനി അങ്ങോട്ട് നമുക്ക് അറിയാം. ഏ ഏ ആര്, ഞാനോ? ആ ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്ക, അത് കുഴപ്പമില്ലല്ലോ. ആ അപ്പോ എങ്ങനെയാണ് ഭാവി പ്ലാനെല്ലാം? എന്താന്ന് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള? എന്റെ ഞാൻ പ്ലാൻ പറയട്ടെ.
എങ്ങനെ ഇപ്പൊ 12 അറിയില്ലേ? 12 എന്ത് 12? +2 പഠിക്കാന്ന് അറിയില്ലേ? ആര്? ഞാൻ. +2 ആണോ? അപ്പൊ 18 ഇല്ല. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. പോക്സോ ഒന്നാ വെള്ളം ഉണ്ടോ? ഹലോ പുണ്ടച്ചി മോനെ, എന്നെ കേസിൽ പെടുത്താനുള്ള പരിപാടിയാണ്. മൈര, നീ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കടാ. ഉള്ള ഇത് ബോധവും ബുദ്ധിയും വിവരവും ഇല്ലടാ. മൈര, നീ പോക്സോ പെണ്ണിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്നാന്ന് പറഞ്ഞത് പോക്സോ വന്ന്. നിന്റെ തല ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ കാണിച്ചത്, ഞാൻ ലൈവായിട്ട് കാണിച്ചതാണോ മാറി. എന്നെ ഒന്നും ചെയ്യരുത്. അല്ലടാ, ഇവളെ കണ്ടാല് പോക്സോ എന്ന് പറയില്ലല്ലോ, പോലീസ് കമ്മിങ്ങോ? എന്തിന്? എടാ, ഇനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആരോടാ ഇത് പറയണ്ടേ? റബ്ബുല്ലാലമീനായ തമ്പുരാനെ. പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം. നമ്പർ പറഞ്ഞേ പോലീസിന്റെ. 100 വിളിച്ചാൽ മതിയോ? എമർജൻസി സർവീസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി 1 അമർത്തുക. വെൽക്കം ടു 112 എമർജൻസി സർവീസ്. ഹലോ സാറേ. സാറേ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു, ഒരു സംശയം. ഞാനിപ്പോ ഒരു 18 ആകാത്ത ഒരു പെണ്ണുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കോളിൽ ജസ്റ്റ് സംസാരിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് 22 അല്ല 24. ഞാൻ അപമര്യാദയായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് എന്താന്ന് വിശേഷങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് മുമ്പത്തെ. ഇതപ്പോ കുഴപ്പമുള്ള ഉണ്ടാവില്ലല്ലോ? പെൺകുട്ടിക്ക് +2 പഠിക്കുന്നു, 17 തോന്നുന്നു. പരാതി കൊടുത്താൽ മാത്രമേ കുഴപ്പമുള്ളൂ. ആ, താങ്കളെ കുട്ടിയുടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞോണ്ടോ, താങ്കളെ കുട്ടി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞോണ്ടോ ആ പെൺകുട്ടിയുടെ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇപ്പൊ പഞ്ചായത്ത് വിളിക്കുന്നില്ലേ, കൂട്ടുകാരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ, കുഴപ്പമില്ലല്ലേ? അവര് പരാതിക്ക് പോയാൽ ആ, കുട്ടിയുടെ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ അച്ഛനമ്മയാവട്ടെ ആരായാലും പോയ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ സാറ്, താങ്ക് യു. മനസ്സിലായി. നായിന്റെ മക്കളെ ഓരോന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നതാ. ഹലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ തമ്മിൽ ഒന്നും ഇല്ല കേട്ടാ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് നമ്മൾ പണ്ടന്ന് കണ്ടായിരുന്നല്ലോ. ഏത് ഓണത്തിന് നമ്മൾ കണ്ടു. ജസ്റ്റ് ഞാൻ എന്താന്ന് വിശേഷങ്ങൾ, അതായത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താ, നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചതെന്ന് കേട്ടാ. വേറെ ഒന്നും ഇല്ലേ കേട്ടാ. അപ്പോൾ വേറെ പരാതിയൊന്നും കൊടുക്കൂലല്ലോ അല്ലേ? ഓക്കെ. അല്ല ഇല്ല എടാ, ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ല കേട്ടോ, വേണ്ടാണ്ട്. എൻ്റെ മോനെ, എൻ്റെ ഉസറങ്ങ് പാളിപ്പോയി. ഒന്നാമത് ഇന്നലെ
ഒരു ഇത് കിട്ടി. ഇതിപ്പോ അടുത്ത കേസ് എന്താന്ന് ഇത് ഞാന് ഷമീർ മാങ്കൂട്ടം. എറ്റാ മോനെ അനക്കറിയില്ലടാ. എടാ ഞാൻ ഇവളെ കണ്ട് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇവക്ക് 17 അനക്കിത് തോന്നില്ലല്ലോ. ഞാൻ വിചാരിക്കുന്ന 18 19 വയസ്സ്. ഇവള് +2 ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിത് അറിയുന്നില്ല. എന്റെ മോനെ എന്തോ ഭാഗ്യം. ഞാൻ വിവരക്കേടോ ഒന്നും പറയാത്ത എന്തോ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും ഭാഗ്യം കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്റെ ഭാഗ്യം എന്തെങ്കിലും എല്ലാം വരേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിനൊന്നും വന്നിട്ടില്ല. അല്ലാ രക്ഷപ്പെട്ട്. എന്താ മുകേഷ് ഷമീറ? എന്ത് മുകേഷ് ഷമീർ? പൾസർ ഷമീർ. എടാ ഇനി ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവളെ കണ്ടിനാ തോന്നൂലടാ. എടാ നിങ്ങൾക്ക് ഇവളെ കണ്ടിട്ട് തോന്നി, ഞാൻ കാണിച്ചു തരട്ടെ. ഇവളെ കണ്ടിട്ട് നിങ്ങൾ പറ, ഇവക്ക് 18 ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പറ. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പറ. നിങ്ങൾ ഇതിൽ നിങ്ങൾ പറ. ഞാൻ കാണിച്ചു തരാം. ഹലോ ഷമീറ, ആ നീ എന്താടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? മുൻപൈരാഗി അങ്ങനെ എന്തെങ്കിലും? അതെന്താ നീ അത് അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്ക് എന്നെ എന്തെങ്കിലും ഒരു കയറായിട്ട് തന്നിട്ട് ഞാൻ അവിടെ തൂങ്ങിക്കോളാം. നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഇരിക്കാം നിന് വേണ്ടിട്ട്. അല്ല നീ അത് ഞങ്ങക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തത്? ഞാൻ നിന്നെ പൊന്നോരല്ലടാ നോക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെ പ്രശ്നത്തിൽ പെടുത്തുന്നത്? നീ ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചത്? ഞാൻ കാര്യം ചോദിച്ചു. നീയല്ല എന്നെ വിളിച്ച് ചീത്ത വിളിച്ചത്. അത് മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അതിന് പോലീസിനാണ് വിളിക്കുന്നത്. പോലീസിനെ വിളിച്ചാൽ പോട്ടെ. ഇത് നീ ആലോചിച്ച ഈ പെണ്ണ് പരാതി കൊടുക്കണമെന്നില്ല. ഇല്ല, ഓള് കൊടുക്കൂല. ഞാൻ ആദ്യം അവക്ക് വോയിസ് മെസ്സേജ് ഇട്ട് ഓളോട് ഞാൻ പറഞ്ഞു പരാതി കൊടുക്കൂലല്ലോ. മോനെ പറയുന്നൊന്നും മനസ്സിലാക്ക്. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയി പെട്ടെന്ന് അറിയാനോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യല്. ഇപ്പൊ ഓക്ക് 18 വയസ്സായിട്ടില്ല, ശരി, ഓക്കെ. 17 വയസ്സിൽ ഓള് കേസ് കൊടുത്തിട്ടായിരിക്കാം. ഓളെ പാരന്റ്സിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം, മനസ്സിലായോ? 17 വയസ്സുള്ള പെണ്ണ് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞാലും ആ മൊഴിക്ക് വാല്യൂ ഇല്ല, മനസ്സിലായോ? 17 വയസ്സിന് വാല്യൂ ഇല്ല. ഓളെ പാരന്റ്സ് പറയുന്നത് എന്താണോ അതിനാണ് വാല്യൂ. പെണ്ണിന് 18 ആയിട്ടില്ലെങ്കിൽ, മനസ്സിലാണോ? നീ ഇപ്പൊ എന്തിനാ എന്നോട് ഇത് പറഞ്ഞ് ഇതാക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ? എടാ നീ സൂക്ഷിക്കണം. നീ ഇത് സൂക്ഷിക്കണം. എടാ മോനെ, എനിക്കിത് സത്യമായിട്ട് അറിയില്ല. ഇവളെ കണ്ടു കഴിഞ്ഞാല് നിനക്ക് ഇവളെ കണ്ടിട്ട് തോന്നിയോ ഇവക്ക് 17 ആന്നുള്ള കാര്യം? വില പോവില്ല, ഇതൊന്നും കോടതിയിൽ വില പോവില്ല. എനിക്കിത് അറിയില്ല, നിനക്കിത് അറിയോ ഇല്ലയോ എന്നുള്ളത് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആർക്കും അറിയാൻ പറ്റും. അത് കോടതി പറയുന്നത് നിനക്കിത് അറിയായിരുന്നു. അപ്പൊ അതാണ് സത്യം, മനസ്സിലാവും. അപ്പൊ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി ഓളെ വിളിക്കണ്ട കേട്ടാ. ഇല്ല ഞാൻ വിളിക്കൂല. ഓക്കെ, ലവ് യു. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേറ്. ഈ പെണ്ണുങ്ങളെ വർത്താനം ഇതെന്ത്? ഇല്ല. ഇതാ നോക്കിക്കോ. ബൈ. ഈ പൊട്ടന്റെ ഒരു മോടത്തെ ഇവനങ്ങ് ഇതാവും. എടിതാ നിങ്ങൾ പറ കേട്ടാ. ഇത് കൊടുത്തു. ഇതാ ഇവളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം? പറ്റുന്ന സംഭവം ഇത്. എടി ഇവിടെ കണ്ടതിന് ഒരു 10 19 എന്തായാലും തോന്നൂല. 15 നായിന്റെ മക്കളെ. ഇന്നലത്തെ സെയിം പരിപാടിയും കൊണ്ട് ഇന്നും കൂടി വന്നാലുണ്ടല്ലോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടാ തോന്നൂലടാ. ഇത് എന്റെ കുഴപ്പമില്ല. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്ക്. ഞാൻ നിരപരാധിയാണ്. ഇത് കാണുന്ന എല്ലാരോടും ഞാൻ പറയും, ഞാൻ നിരപരാധിയാണ്. പോലീസെ, കോടതിയെ, പെണ്ണെ, ഞാൻ നിരപരാധിയാണ്. എനിക്ക് ഇതായി പോയതാന്ന്. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യല്ല, ഇതാക്കല്ല. ഞാനൊന്നും ഇതിൽ തെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് 15 ഓക്ക് 17 തോന്നുന്നു. എടാ ഓളെ കണ്ടിനാ തോന്നൂലടാ. ഒരു 10 20 തോന്നൂലേ? 20 തോന്നൂല. ഓക്കെ ശരി, 18 19 തോന്നൂലേ? ഞാനിത് ആലോചിക്കുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് GTR ഇത് അല്ല ഇത് GTR ക്രിമിനലോ സെക്ഷൻ 205 എന്തിന്? എടാ ഇല്ല, പോലീസിനെ ഞാൻ വിളിച്ചല്ലോ. ഇത് കുഴപ്പമില്ല, അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ?
ഇവളോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും വരാനൊന്നുമില്ല, ഇനിയൊന്നും വരൂല. ഓക്കെ, സീഹർ റിപ്ലൈയോ? ഓള് റിപ്ലൈ വന്നോ നോക്കട്ടെ. ഇല്ല റിപ്ലൈ വന്നിട്ടില്ല. അള്ളാന്റെ ഉമ്മ ഇനി കേസ് ഇവിടെ എല്ലാരും ഇത് മറക്കേ, സംഭവം വിടെ എല്ലാരും ഇത് മറന്നേക്ക്. അപ്പൊ GTA പോവാ. അതാ നല്ലത്. ഇവന്മാർ തന്നെ പേടിപ്പിച്ചിട്ട് ഇന്നലത്തെ പരിപാടി ചെയ്യാനുള്ള പരിപാടിയാണ്. നടക്കൂല മച്ചാനെ, തളരൂലടാ. നിന്റെ ഒന്നും ഇതിന് തളരുന്നവനല്ലടാ ഞാന്. നീയെല്ലാം തളർത്തുമ്പോ തളരാൻ വേണ്ടി നിൽക്കുന്നവല്ലടാ ഞാൻ ഇവിടെ കേട്ടാ. നടക്കൂല. ഷമീർ ഒരു ഉമ്മ തരും. ആരാന്ന്? ഷഹനാസെ? എന്താ അങ്ങനെ ചോദിക്കാം, ഞാൻ തരാം. അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. അപ്പുറത്തെ ഒരു ചക്കപ്പോത്ത് കിടക്കുന്നുണ്ട്. കാര്യം ഷമീർ, യുവർ ഫേസ് ഈസ് ഗ്ലോയിങ്. താങ്ക് യു ജാൻവി. ഇതെന്താ ഇപ്പൊ പെമ്പിളറിലും വരാൻ തുടങ്ങി തോന്നുന്നു. പക്ഷെ ഇതെല്ലാം ഫേക്കാന്ന് തോന്നണം. ഇതെല്ലാം ഈ ചാറ്റിൽ വരുന്നതല്ലാണ്ട് ഇതിലും വരും കുറെ ഫേക്ക്. ഇതിലാകെ 1, 2 മറ്റാന്ന് റിയൽ. ഒരു 20 എണ്ണം വന്നതിനാലും 1 മറ്റാന്ന് നല്ലത് ഇതായിട്ടുണ്ടാവും. ഏത് റിയൽ ആയിട്ടുണ്ടാവും. അതും 2 ദിവസം റിപ്ലൈ അന്ന്, പിന്നെ റിപ്ലൈയും ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ എല്ലാം പരിപാടി. എന്തായാലും എല്ലാവരും പെണ്ണിനെ ഒപ്പിക്കും. അല്ല ഒപ്പിക്കാനല്ല, കണ്ടെത്തും. ഇപ്പൊ അതടുത്ത ഇതാവും. മയക്കുമരുന്ന് ഷമീർ, അത് നിന്റെ ഉപ്പ. GTA ലെറ്റ്സ് ഗോ. GTA പോവാ. GTA തെന്നമരപ്പൂ. ഷെയ്ക്കിനെ വിളിക്കട്ടെ. ഷെയ്ക്ക് ഉണ്ടാവും GTA. ഷെയ്ക്കിനെ വിളിക്കട്ടെ. അല്ല GTA ആണ് പോളില്. GTA ആണ് നേരത്തെ രണ്ടാമത് ഉണ്ടായത്. GTA ആണ്. അപ്പൊ എടാ തെറിയൊന്നും വിളിക്കല്ല. GTA ആറാ. ലൈവാ. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ കയറാം. നമ്മളെ MRCന്റെ ഒരു ഫൗണ്ടേഷൻ ഇന്നാണ് ഉണ്ടാക്കണം നമ്മള്. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോൺട്രവേഴ്സിയോ? ഏത്? ഒരു കോൺട്രവേഴ്സി ഇല്ല ഇതിൽ. എന്ത് അതിന് കേസും പരിപാടിയൊന്നും ഇല്ല. ഇത് എന്ത് ഭയങ്കരം തന്നെ. നിങ്ങൾ വേണ്ടാണ്ട് നിങ്ങളാണ് ഇതെല്ലാം പറഞ്ഞിട്ട് കേസും ഇതെല്ലാം ആക്കുന്നത്. ആക്ക് തോന്നി കണ്ട ആര്? ഈ അഭിനന്ദും ശാന്തി മൊണ്ണി അബറല്ലാന്ന് ഇത് കേസ് ഉണ്ടാക്കുന്നത്. നിങ്ങളാണോ കോടതി നാറികളെ? 3 years ജയിലാര്. നിന്റെ ഉപ്പ കടന്നിനാ 3 years ജയിലില്? അതുൽ കൃഷ്ണൻ ഓരോന്ന് പറഞ്ഞ ആളെ പേടിപ്പിക്കാന്. അണ്ടി ചൊറിയൻ ഷമീർ